നമസ്കാരം. വളരെ ശക്തമായ ഒരു എയർഫോഴ്സാണ് ഭാരതത്തിനുള്ളത്. നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ ട്രൂ വാല്യൂ റേറ്റിംഗിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും ശക്തമായ വിമാനങ്ങളുള്ള എയർക്രാഫ്റ്റുകളുള്ള സേനയാണ് എയർഫോഴ്സ് എന്ന കണ്ടെത്തലിലെത്തിയിട്ടുണ്ടായിരുന്നു ട്രൂ വാല്യൂ റേറ്റിംഗിൽ. അങ്ങനെയുള്ള എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബോംബേഴ്സ് ഉണ്ടോ? അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. എന്താണ് അതിനുള്ള സാറിന്? അല്ല, ഇപ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യം ഡിഫൻസിൽ വളരെ മുന്നിലാണ്. എങ്കിൽ പോലും നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് ഒരു ബോംബർ ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് നമ്മൾ ഡിഫൻസ് വൃത്തങ്ങളിൽ അനലൈസ് ചെയ്യാറ്. കാര്യം നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ പോലെ നമ്മുടേത് മിനിസ്ട്രി ഓഫ് വാർ അല്ല, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ അമേരിക്ക പോലെ വേൾഡ് പോലീസ് കളിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റർ ഇറക്കി വീട്ടു ബോംബറൊക്കെ ഇറക്കി ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു രീതി നമുക്കില്ല. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൈന വരെ നമ്മുടെ പ്രയോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ, ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ്, ഇത്രയും ഈ ദൂരങ്ങളിൽ മാത്രമേ നമുക്ക് ശത്രുക്കളുള്ളൂ, നമുക്ക് ഒപ്പണൻസ് ഉള്ളൂ. ഈ ഏരിയയിൽ മാത്രമേ നമ്മുടെ സർവൈലൻസിൽ വരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. അമേരിക്ക ആണെങ്കിൽ പോലും ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലെ ബേസുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളതെല്ലാം മൾട്ടി റോൾ എയർക്രാഫ്റ്റുകളാണ്. നമ്മുടെ ഉള്ള ഫൈറ്റേഴ്സ് എല്ലാം മൾട്ടി റോൾ ഫൈറ്റേഴ്സാണ്. കാര്യം അത് ബോംബറായിട്ടും കൂടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന വിമാനങ്ങളാണ് നമ്മൾ ഇതുവരെ സോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ബോംബറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളാണ് നമ്മൾ മൾട്ടി റോൾ വിമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർസെപ്ഷൻ ഉണ്ടാവും, ഡോഗ് ഫൈറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ ബോംബിംഗ് ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ മൾട്ടി റോൾ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ട്, ഈ ദൂരത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈവൻ റേഞ്ച് കൂട്ടണമെങ്കിൽ നമുക്ക് ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉപരോധങ്ങൾ നേരിട്ട ഒരു രാജ്യമാണ്. നമുക്ക് പലയിടത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം അതാണ്. അപ്പോൾ ഈ ഉപരോധങ്ങളുടെ ഇടയിൽ നമ്മൾ ഈ ബോംബറുകൾ വികസിപ്പിക്കുന്നതിന് പകരം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഇൻഡിജീനിയസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടുതൽ ഈ സ്പേസ് റിസർച്ച് ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അത് റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ റോക്കറ്റ് വീണ്ടും ഇതിൻ്റെ ടെക്നോളജി മിസൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ആ ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയും മിസൈൽ മാൻ എന്നുള്ള രീതിയിൽ MPJ അബ്ദുൽ കലാം ലോകത്തെ തന്നെ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയിൽ വന്നപ്പോൾ നമ്മൾ കൂടുതലും ഈ മൾട്ടി റോൾ ഫൈറ്റേഴ്സും പിന്നെ ഇത് നമ്മുടെ മിസൈലുകളും കൊണ്ട് നമുക്ക് നമ്മളെ പ്രതിരോധം ശക്തമാക്കാമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല B2 ഈ ബോംബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ സൈസ് കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് റഡാറിൻ്റെ കണ്ണിൽ പെടാനുള്ള സാധ്യതയുണ്ട്. സ്പീഡ് കുറവായിരിക്കും, അതുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടതിൻ്റെ മെയിൻ്റനൻസ് ചിലവ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് സ്റ്റെൽത്ത്, ഒരു ബോംബർ വിമാനത്തിനെ സ്റ്റെൽത്ത് ആക്കണമെങ്കിൽ ആ തുകയ്ക്ക് നമുക്ക് 10 or 20 സാധാരണ ഫൈറ്ററിനെ നമുക്ക് സ്റ്റെൽത്ത് ആക്കാൻ പറ്റും. കാര്യം എൻ്റെ ബോഡി ഇത്രയും ബൾക്കിയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു മിഷൻ ഇല്ല. അതായത് ഇന്ത്യക്ക് വെളിയിൽ ഒരു 5000 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഒരു മിഷൻ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം നമ്മുടെ മിഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു 5000 കിലോമീറ്ററിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് നമ്മളിൽ ഇപ്പം നിലവിലുള്ള വിമാനങ്ങളുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മുടെ വിമാനങ്ങളുടെയും പിന്നെ ഡ്രോൺസിൻ്റെയും മിസൈൽസിൻ്റെയൊക്കെ കൂടെ ഒരു കോമ്പിനേഷനുണ്ട്. ഈ കോമ്പിനേഷനകത്ത് നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാമെന്നുള്ളതല്ല. നമ്മൾ നോക്കുന്നത് ഫൈറ്റർ എഞ്ചിൻ ഡെവലപ്മെൻറ്റ്, മറ്റു കാര്യങ്ങളിലോട്ടാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത്. ഒരു ബോംബർ നമുക്കൊരു അത്യാവശ്യമാണെന്ന് ഒരു ഡിഫൻസ് നീഡ് നമുക്ക് ഇതുവരെ നമ്മൾ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോംബർ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ പോകാത്തത്. നമുക്ക് ഇതിനകത്തൊരു പ്രതിരോധം ഉണ്ടാകുമല്ലോ. എന്തൊക്കെ നെഗറ്റീവ്സാണ് ഇപ്പോൾ നമുക്ക് ബോംബേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്നത്? അല്ല, ബോംബർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബോംബർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്ന് അവർക്ക് ബോംബ് വർഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയർ കൺട്രിയും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ബോംബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്രയും ദൂരം കൊണ്ട് എത്തിക്കാനുള്ള മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്.
പിന്നെ നമ്മളത് പ്രത്യേകിച്ച് നമ്മൾ ഒരു വിമാനം വഴി കൊണ്ട് വിക്ഷേപിക്കേണ്ട ആ ഒരു റിസ്ക് നമുക്കില്ല. നമുക്കത് ബാധിക്കില്ല. ഒന്നാമത് ആ വിമാനം വെടിവെച്ചിടാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് ആ വിമാനം കാണാനുള്ള സാധ്യത, അതായത് റഡാറുകളിൽ തെളിയാനുള്ള സാധ്യത, റഡാർ സിഗ്നേച്ചർ എന്ന് പറയും. റഡാർ സിഗ്നേച്ചറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഫൈറ്റർ പോയിട്ട് വരുന്നത് പോലെ അല്ല ഒരു ബോംബർ പോകുന്നത്. തിമിംഗലവും നമ്മുടെ ഒരു ചെറിയ മീനും പോകുന്നതിൻ്റെ സ്പീഡിൽ പോകുന്ന ഒരു മീനും പോകുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. കാര്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ പൈസയാവും. രണ്ട്, അത് നമുക്ക് റിസ്കിയാണ്. ആ റിസ്കി എന്നുള്ളൊരു ഫാക്ടറിൽ തന്നെയാണ് നമ്മളത് മാറ്റിവെച്ചിട്ട് പകരം അഗ്നിയുടെയും മറ്റ് ബാലിസ്റ്റിക് മിസൈൽസിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് വേരിയന്റ് അഗ്നി വരെ നമുക്ക് അഗ്നി 6 വരെ നമ്മൾ പോകുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് പോകാനുള്ള സാധ്യതയാണ്. നമ്മുടെ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ബോംബേഴ്സ് ഇല്ലാത്തത് നമ്മളെ വലുതായിട്ട് ബാധിക്കുന്നില്ല. അല്ല, നമ്മുടെ ഒരു ഡോക്ട്രിൻ തന്നെ അതാണ്. നമുക്ക് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാവുന്നൊരു ഡോക്ട്രിൻ നമുക്കില്ല. നമ്മുടെ ഡിഫൻസ് ഡോക്ട്രിൻ വ്യത്യസ്തമാണ്. നമ്മളൊരു ആക്രമണകാരിയായ ഒരു രാജ്യമായിട്ടല്ല നമ്മുടെ ഡോക്ട്രിൻ ആദ്യം തൊട്ട് വരുന്നത്. നമ്മുടെ ഡിഫൻസിങ് ആണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്നവരെ വെടിവെച്ചിടാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ട്. നമ്മുടെ സർവൈലൻസ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളെ വളരെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡോക്ട്രിൻ. എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബോംബറുകളുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളെ എല്ലാം കൊണ്ടും നമ്മുടെ പ്രതിരോധ സേന സജ്ജമാണ് എന്നർത്ഥം. അല്ല, നമ്മൾ മറ്റ് എല്ലാ മേഖലകളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് അത്യാവശ്യമില്ലാത്ത ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ഇല്ലാത്തത് ഒരു കുറവായിട്ട് ഒരിക്കലും ഇന്ത്യൻ ഡിഫൻസിനകത്ത് ഒരു ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വളരെ കരുത്തുറ്റ ഒരു സേന തന്നെയാണ്, കരുത്തുറ്റ ഒരു സൈനിക സംവിധാനം തന്നെയാണ് ഭാരതത്തിനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയും കൂടിയാണ് ഭാരതം എന്ന് എല്ലാ അർത്ഥത്തിലും. നമ്മൾ എന്താ പറയുക, ന്യൂക്ലിയർ വെപ്പൺസ് തന്നെ, ലോഡഡ് ന്യൂക്ലിയർ വെപ്പൺസ് തന്നെ നമുക്ക് 12 ഉണ്ട്. അതുകൊണ്ട് രാജ്യത്തിന് നേരെ ഏത് ശക്തമായ ആക്രമണം വന്നാലും അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമാണ്. ഏത് രീതിയിൽ വന്നാലും പ്രതിരോധിക്കാൻ പ്രാപ്തമാണ് ഭാരതം. നമസ്കാരം.